പടച്ചവനെ, ഈ നിൽക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്റെ മകനാണല്ലോ റബ്ബേ. ഇദ്ദേഹം പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്കമൊഴിച്ച് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബേ, നിനക്കറിയുമല്ലോ. പടച്ചവനെ, ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ഇദ്ദേഹം, ഞാനും എന്റെ മകനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും പടച്ചതമ്പുരാനെ ഈ ചൂടേറിയ സമയത്തും വ്രതമനുഷ്ഠിക്കാറുണ്ടല്ലോ റബ്ബേ. പടച്ചവനെ എന്ന് മാത്രമല്ല, ഈ ഉമ്മ എന്ന നിലക്ക്, ഈ കുടുംബം എന്ന നിലക്ക് മാതാപിതാക്കൾ അതിരട്ടി സ്നേഹിച്ച് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഈ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഉണ്ടല്ലോ റബ്ബേ, ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇവനെ ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഞാൻ നിന്റെ മാർഗത്തിലേക്ക് ഇവനെ പറഞ്ഞയക്കുന്നു, നീ ഏറ്റെടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ പറഞ്ഞയക്കുന്നു. സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ പോയി അന്ന് മരണം വരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈകാലുകൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഈ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ കാണാൻ അസ്മാ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. എന്നിട്ട് ആടിക്കളിക്കുന്ന ശരീരത്തിലേക്ക് നോക്കി അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ ഉമ്മയുണ്ടല്ലോ അസ്മാ റളിയല്ലാഹു അൻഹ, ഈ ആടിക്കളിക്കുന്ന ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ശത്രുക്കളുടെ മുന്നിൽ വെച്ച് ഈ ആട്ടമുണ്ടല്ലോ, അത് ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നതിന്റെ ആട്ടമാണ്. ഈ അനക്കമുണ്ടല്ലോ, അത് ആത്മാവ് സ്വർഗീയ ലോകത്തേക്ക് പറന്നു പോകുന്നതിന്റെ അനക്കമാണ്. അതുകൊണ്ട് മോനെ, നീ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് മനസ്സിൽ പ്രതിജ്ഞ ചെയ്ത് തിരിച്ചു പോരുന്നൊരു ഉമ്മ. സഹോദരങ്ങളെ, നമുക്കെന്ത് പറയാനുണ്ട്? ഇവർ പോകുന്ന സ്വർഗീയ ലോകത്തേക്ക്, സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കയ്യിൽ ഈമാനുണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഉപ്പയും ഉമ്മയും തമ്മിൽ ഒരു ബന്ധമുണ്ടോ? മക്കളും ഉമ്മയും തമ്മിൽ ബന്ധമുണ്ടോ? ഈ ആദർശ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രിയിൽ നേരം വൈകി വന്നാൽ ഉമ്മ കയർത്തു സംസാരിക്കുന്നു, വാപ്പ കയർത്തു സംസാരിക്കുന്നു, വേണ്ട, പകൽ സമയത്ത് ഒഴിവ് കിട്ടുമ്പോൾ 1-2 മണിക്കൂർ പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുന്ന രക്ഷിതാക്കളെ, ഈ ഉമ്മ തന്റെ ശരീരത്തിലൂടെ ശത്രുക്കളുടെ വാളുകൾ കീറിപ്പായട്ടെ എന്ന് പറഞ്ഞ് തൂക്കിയിട്ട ശരീരത്തിലേക്ക് നോക്കി സമാധാന വാക്കുകൾ പറയുന്ന ഉമ്മ, ഇവർ സഹിച്ച ത്യാഗത്തിന്റെ കഥ നമുക്ക് ഓർക്കുമ്പോൾ ഞാനും നിങ്ങൾ എന്ത് ചെയ്തു ഈ ആദർശത്തിനു വേണ്ടി? മാതാവും പിതാവും മക്കളും തമ്മിൽ എന്തൊരു സുദൃഢമായ ബന്ധമാണ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാലോചിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവർ പോകുന്ന ആ ഉന്നതമായ സ്വർഗീയ ലോകത്തേക്ക് അല്ലാഹു തആല നമുക്കും ചെന്നെത്തുവാൻ, പ്രവേശിക്കുവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പടച്ച തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. യഅ്ഖൂബ് നബി അലൈഹിസ്സലാം മരണം വരിക്കുന്ന രംഗം നമുക്കറിയാം. യഅ്ഖൂബ് നബി അലൈഹിസ്സലാം മരിക്കാൻ സമയമായപ്പോൾ തൻ്റെ മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, മക്കളെ, ഞാൻ മരിക്കുകയാണ്, നിങ്ങളോട് എനിക്കൊരു പ്രത്യേക കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, മാതാവും പിതാവുമായി നിൽക്കുന്ന നമ്മൾ, രക്ഷിതാക്കളായി നിൽക്കുന്ന നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കണം. മക്കൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ വാപ്പയോടും ഉമ്മയോട് ചോദിക്കണം. എന്താ ചോദിച്ചത്? ഇതാ നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ ആ കാര്യം വ്യക്തമാക്കി. സൂറത്ത് ബഖറയിലെ 133-ാമത്തെ ആയത്തിലൂടെ. സുഹൃത്തുക്കളെ, എന്താ പറഞ്ഞത്? അം കുൻതും ശുഹദാ ഇദ് ഹലറ യഅ്ഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹം വാഹിദാ. എന്താ ചോദ്യം? മക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഇതാണ് മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം. മക്കളെ, ഞാൻ മരിക്കുകയാണ്, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും, എന്തിനാരാധിക്കും? മക്കൾ പറയുന്ന മറുപടി എന്താ? മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനാരാധിക്കും മക്കളെ? ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹം വാഹിദാ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ആരാധ്യനായ ഏകനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ റബ്ബിന് കീഴൊതുങ്ങിയവരായി ജീവിക്കുന്നവരായിരിക്കും. പേടിക്കണ്ട ഉപ്പാൻ. ആദർശബന്ധം സുദൃഢമായ കുടുംബത്തിന്റെ അടയാളത്.
ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പം മാപ്പയും മകനും ഉമ്മയൊന്നും ആദർശ പ്രശ്നത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതിനു വേണ്ടി സഹിക്കുന്ന, ഈ ആദർശത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നും. ഒരൊറ്റ ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ. നോക്കൂ നിങ്ങൾ, സഅദ് റളിയല്ലാഹു അൻഹു, ഈ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ വല്ലാത്ത ഒരു അനുഭവമാണ് നമുക്ക് കേൾക്കാനുള്ളത്. സഅദ് ബിൻ ഖൈസമ എന്ന് പറയുന്ന ഈ സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിതാവുമായി ഒഴിഞ്ഞിരുന്ന്, സഅദിന്റെ പിതാവുമായി ഒഴിഞ്ഞിരുന്ന് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നറിയോ? ശത്രുക്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പീഡിപ്പിക്കുന്നു. നമ്മുടെ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ദ്രോഹിക്കുന്നു. ഇങ്ങനെ ദ്രോഹങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ. ആ ഇടക്കഥ ഒരു ശബ്ദം കേൾക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി. ചെന്ന് നോക്കിയപ്പോ ബദറിന്റെ രണാങ്കണത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും പുറപ്പെടുകയാണ്. സഅദ് റളിയല്ലാഹു തിരിച്ചോടി വന്നു. എന്നിട്ട് വീട്ടിൽ കയറി വാളെടുത്ത് ഇറങ്ങിപ്പോവുക. വാപ്പ ചോദിച്ചു, മോനെ, നമ്മൾ തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് എന്താ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നത്, ഇനി എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? മോൻ പറഞ്ഞു, വാപ്പ, അള്ളാഹുവിന്റെ റസൂല് ബദറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു, ഞാൻ പോവാണ്. വാപ്പ പറഞ്ഞു, മോനെ, നിനക്കിനിയും ചാൻസ് ഉണ്ടല്ലോ, മോനെ, നിനയും ചാൻസ് ഉണ്ടല്ലോ, വാപ്പ പോയിക്കോട്ടെ, വാപ്പ പോയിക്കോട്ടെ മോനെ, നിനക്കിനിയും ചാൻസ് ഉണ്ട്. മോൻ പറയുന്നു, ഇല്ല, ഈ ചാൻസ് വിട്ടുതരാൻ കഴിയില്ല, സ്വർഗീയ ലോകത്തേക്കുള്ള അവസരമാണിത്, ഇത് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. തർക്കമുണ്ടായി, നറുക്കെടുപ്പ് നടത്തി. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിനാണ് നറുക്ക് വീണത്. സഅദ് റളിയല്ലാഹു അൻഹു അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ, ബദർ ശുഹദാക്കളുടെ കൂടെ, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ കൂടെ അദ്ദേഹം പുറപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അങ്ങനെയാണല്ലോ അവരെ സ്മരിക്കാറുള്ളത്. ബദർ ശുഹദാക്കളെന്നോ ബദരീങ്ങളെന്നോ. അവരുടെ കൂടെ അന്ന് ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമൂഹത്തിനോടൊപ്പം സഅദ് റളിയല്ലാഹു പ്രവേശിച്ചു. ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചു. അങ്ങനെ കുറച്ച് സമയം പിന്നിട്ടപ്പോൾ ഉഹദിന്റെ ചരിത്രം വന്നു. നിങ്ങൾക്കറിയാം, ഉഹദിന്റെ രണാങ്കണം വന്നു. ഉഹദിന്റെ രണാങ്കണം വന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്ന് തന്നെ പ്രായമേറിയ ഈ പിതാവ്, ബദറിന്റെ അന്ന് തന്നെ പ്രായമേറിയ പിതാവ് വീണ്ടും പ്രായത്തിലേക്ക് കടന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ബദറിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സഅദ് സമ്മതിച്ചില്ല, നറുക്കെടുപ്പിലൂടെ സഅദിനാണ് കിട്ടിയത്, അതുകൊണ്ട് ഈ പ്രായത്തിന്റെ പേരും പറഞ്ഞ് എന്നെ തടയരുത്, ഞാൻ ഉഹദിലേക്ക് പുറപ്പെടുകയാണ്, ഞാൻ ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. ശരി, അള്ളാഹുവിന്റെ റസൂല് വളരെ വിഷമത്തോടുകൂടി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി. എന്താ പറയേണ്ടതെന്ന് റസൂലിന് അറിയില്ല. ഇത്ര പ്രായമേറിയ ഒരു പിതാവ്, ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ യുദ്ധത്തിന് കൊണ്ടുപോകണോ വേണ്ടേ? ആലോചിച്ചു നിൽക്കുന്ന, വിഷമിച്ചു നിൽക്കുന്ന റസൂലിനോട് ഇദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്നെ തടയരുത്, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടിരിക്കുന്നു, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്, എന്റെ മകൻ സഅദ് സ്വർഗീയ പൂങ്കാവനത്തിലുണ്ട്. എന്റെ മകൻ എന്നോട് പറയുന്നു, വാപ്പാ, ഞാനും നിങ്ങളും സ്നേഹത്തോടു കൂടിയാണല്ലോ ഭൂമിയിൽ ജീവിച്ചത്, പിതാവെ, നമ്മൾ കെട്ടിപ്പിടിച്ച് ഒരുപോലെ കാര്യങ്ങൾ സംസാരിച്ച് സന്തോഷം കൈമാറി ആദർശത്തിനു വേണ്ടി ഓടി നടന്നവരാണല്ലോ ഞാനും നിങ്ങളും. എന്തേ വാപ്പാ നിങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ എന്ന് ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ എന്നെ എന്റെ മകൻ മാടി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ റസൂലേ, നിങ്ങൾ എന്നെ തടയരുത്, ഞാൻ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. മകന്റെ മാടി വിളിക്കൽ റസൂലിന്റെ മുമ്പിൽ അവതരിപ്പിച്ച്, ആ സ്വപ്നം റസൂലിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു ഘോരമായ യുദ്ധത്തിൽ ചാൻസ് വാങ്ങി ഉഹദിന്റെ രണാങ്കണത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മരണപ്പെട്ടു. സുഹൃത്തുക്കളെ, വല്ലാത്ത ബന്ധമായിരുന്നു, ആദർശ ബന്ധം, വല്ലാത്ത ബന്ധമായിരുന്നു. അടങ്ങാത്ത, ഒതുക്കാനാവാത്ത സ്നേഹം ഇതിലൂടെ ഉണ്ടായിത്തീർന്നിരുന്നു. സുഹൃത്തുക്കളെ, ആലോചിക്കുക, ഇതാണ് ഒരു പിതാവും മകനുമായിട്ടുണ്ടാവേണ്ട ഏറ്റവും വലിയ ബന്ധം, ആദർശ ബന്ധം. ആദർശത്തിനെതിരെ വാപ്പ പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. ആദർശത്തിനെതിരെ പറയാത്ത ഒരു പിതാവ്, ആദർശം കൃത്യമായി പഠിക്കുന്ന ഒരു മകന്, അതിനുവേണ്ടി പോരാടുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല ഇവരൊക്കെ പോകുന്ന ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടല്ലോ, ആ ഉന്നതമായ സ്വർഗീയ ലോകത്തെ സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും ഒരു ചെറിയ അവസരം അല്ലാഹു തആല നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഈ സഹാബാക്കളും മുൻഗാമികളാകുന്ന പ്രവാചകന്മാരും സഹിച്ച ത്യാഗങ്ങൾ നാദാ ചരിത്രങ്ങളിലൂടെ, ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ ഞങ്ങൾ വായിക്കുന്നു. പടച്ച തമ്പുരാനെ, ആ ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ഈ ആദർശത്തിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാനും ഏറ്റവും നല്ലൊരു ബന്ധം മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുവാനും
നാഥാ, ഈ കേൾക്കുന്ന ഖുത്ബകളിലൂടെ, ഇത്തരത്തിലുള്ള ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ അവസരമുണ്ടാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാരുടെയും മക്കളുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും സഹോദര സഹോദരിമാരുടെയും ഖബറിനെ നാഥാ, അവിടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ഉന്നതമായ നിന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നാഥാ, അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയി, പറഞ്ഞു പോയി. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ടത് മായ്ച്ചു കളഞ്ഞ് നീക്കിക്കളഞ്ഞ് ഞങ്ങളെ നീ അനുഗ്രഹീതരായ മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ.